മലയാളം ബിഗ് ബോസ് സീസൺ 7 നമ്മുടെ അനുമോളും ഷാനവാസും തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും തീർന്നിരിക്കുകയാണ്. ഇന്നലെ ഷാനവാസിൻ്റെ എല്ലാ വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ അനുമോളുടെ മുമ്പിൽ ഷാനവാസ് തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു, നീ എന്നോട് ക്ഷമ ചോദിച്ചില്ല, അതേപോലെ തന്നെ നീ എന്നോട് എന്താ സംഭവിച്ചത്, അന്ന് ആ കൺസെഷൻ റൂമിൽ എന്താണ് സംഭവിച്ചതെന്ന് ഒന്നും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല, അതെനിക്ക് ഭയങ്കര വിഷമമായി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നീ എന്നോടൊരു മാപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഒരു സോറി ഷാനവാസിക്ക, സോറി, എല്ലാ പ്രശ്നത്തിനും ഞാനല്ലേ കാരണം എന്ന് ഞാൻ കുറേ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ നീ അതൊന്നും പറഞ്ഞില്ല, നീ ഒരു സ്വാർത്ഥയാണ്, സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് നീ എന്നെ ഉപയോഗിച്ചിരുന്നതെന്നൊക്കെ അനുമോളോട് ഇന്നലെ പറഞ്ഞ് ഭയങ്കര വിഷമമായിരുന്നു. ഇന്ന് എന്താണെങ്കിലും ഒരു ഉച്ചയായപ്പോൾ തന്നെ അനുമോൾ വന്ന് ഷാനവാസിക്കാരുടെ അടുത്ത് മിണ്ടി പ്രശ്നമെല്ലാം പരിഹരിച്ചിട്ടുണ്ട്. ഇത് നീ നേരത്തെ ചെയ്യേണ്ട കാര്യമായിരുന്നു എന്ന് ഷാനവാസ് പറയുന്നുണ്ട്. എന്താണെങ്കിലും ഷാനവാസിനോട് ഇപ്പോൾ അനുമോൾ വന്നിട്ട് പറയേണ്ടി, ഇക്ക ഭയങ്കര മെലിഞ്ഞു, ഭക്ഷണം ഒന്നും കഴിക്കുന്നില്ലല്ലോ, ഇതേ ഇവിടെയൊക്കെ താടേൻ്റെ ഇവിടെയൊക്കെ മെലിഞ്ഞു, ഭയങ്കര ക്ഷീണമാണ്, ഇക്ക നന്നായി ഭക്ഷണം കഴിക്കണം എന്നൊക്കെ അനുമോൾ പറയുന്നുണ്ട്. ഞാനിപ്പോൾ ഭക്ഷണം കഴിക്കലൊക്കെ കുറച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട്, ഇക്ക എന്താണെങ്കിലും നന്നായി ഭക്ഷണമൊക്കെ കഴിച്ച് നന്നായി എക്സസൈസൊക്കെ ചെയ്താൽ മതി, ഇങ്ങനെ ഭക്ഷണം കഴിക്കാതിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായി മെലിഞ്ഞു പോയി, ഇപ്പോൾ തന്നെ ഭയങ്കര മെലിഞ്ഞു പോയി, വയറൊക്കെ ദേ കുറഞ്ഞു പോയി എന്ന് പറയുന്നുണ്ട് അനുമോൾ. അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട്, എന്താണെങ്കിലും നീ നന്നായി തടിച്ചിട്ടുണ്ടല്ലോ, നീ ഇപ്പം നല്ല തടിച്ചായി വന്നപ്പോൾ മെലിഞ്ഞിട്ടാണ് വന്നത്, ഇപ്പോൾ ഇവിടുത്തെ നല്ല ഫുഡ് കഴിച്ച് നല്ല തടിച്ചിട്ടുണ്ട് എന്ന് അനുമോളെ കളിയാക്കി ഷാനവാസും പറയുന്നുണ്ട്. അക്ബർ ഷാനവാസിനെ കുറിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്. ഷാനവാസ് എന്ന് പറയുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ഭയങ്കര നിഷ്കളങ്കമായ ഒരു മനസ്സിനുടമയാണ്. ഏതൊരു കാര്യം നമ്മൾ എന്തെങ്കിലും ഒരു തമാശയ്ക്കാണ് ചെയ്യുന്നതെങ്കിൽ പോലും ആ ഒരു കാര്യം പെട്ടെന്ന് തന്നെ ഉള്ളിലേക്ക് ആളെടുക്കും. ഒരു ഗെയിം കളിക്കുകയാണെങ്കിലും അതിനൊരു ഗെയിമായിട്ടല്ല പുള്ളിക്കാരൻ കാണുന്നത്. അതിപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെറിയൊരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അതൊക്കെ പുള്ളിക്കാരൻ ഡയറക്റ്റായിട്ട് നമ്മൾ ചെയ്യുന്നത് പോലെയാണ് അയാൾ ഉള്ളിലോട്ട് എടുക്കുന്നത്. അതെനിക്ക് അന്ന് സംസാരിച്ചപ്പോഴാണ് മനസ്സിലായത്. പുള്ളിക്കാരൻ ഭയങ്കര നിഷ്കളങ്കനാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ പുള്ളിക്കാരനോട് ഒന്നിനും ദേഷ്യപ്പെടാനൊന്നും പോകാത്തത്.